ചാമ്പ്യൻസ് ലീഗിൽ ദുബൈയിൽ കളിക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമാകുന്നു. ഓസ്ട്രേലിയൻ താരം പാറ്റ് കിമ്മിൻസിന്റെ ആരോപണമാണിത്. സംഭവം ശരിയാണ്. ദുബൈയിൽ കളിക്കുന്നത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. അതിന് പാറ്റ് കിമ്മിൻസ് പറഞ്ഞ ഒരു കാരണം ഒരേ ഗ്രൗണ്ടിൽ സ്ഥിരമായി കളിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ല, ഞങ്ങൾ മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾ ഇന്ത്യൻ ടീമിന് നൽകുന്ന ഒരു സപ്പോർട്ടുണ്ട് ദുബൈയിൽ. അതുകൂടി ഇതിനൊരു കാരണമാണ്. ഇന്ത്യയുടെ സെക്കൻഡ് ഹോം കൂടിയാണ് UAE. ഐക്യരാഷ്ട്രസഭയുടെ 2021 കണക്കുകൾ പ്രകാരം UAEയിലെ ആകെ പ്രവാസി ജനസംഖ്യ ഏകദേശം 90 ലക്ഷമായിരുന്നു. നിലവിൽ അതിലും കൂടുതലായിരിക്കും കണക്കുകൾ. അതായത് UAEയിലെ ജനസംഖ്യയുടെ 90% പ്രവാസികളാണെന്ന് ചുരുക്കം. ഇതിൽ തന്നെ ഏറ്റവും മുന്നിലുള്ളതോ ഇന്ത്യൻ പ്രവാസികളും. 2021 കണക്കുകൾ പ്രകാരം 27.5% ഇന്ത്യക്കാരുമാണ്. 12.7% പ്രവാസികളുമായി പാകിസ്ഥാൻ രണ്ടാമതുമുണ്ട്. ദുബൈയിലോ ഷാർജയിലോ UAEയിൽ എവിടെ ഇന്ത്യയുടെ കളി നടന്നാലും ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയും. ഗാലറികൾ നീലക്കടലായി മാറും. സ്റ്റേഡിയങ്ങളിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിപ്പറക്കും. ഇന്ത്യൻ സ്റ്റേഡിയങ്ങളോളം തന്നെ ആവേശം അലതല്ലും. ആ കളിയങ്ങ് വിജയിച്ചാലോ ബർദുബയിലെയും ദേരയിലെയും കരാമയിലെയും സ്ട്രീറ്റുകളിൽ ഇന്ത്യൻ പതാകകൾ പാറിച്ച് ആഘോഷയാത്രകൾ അരങ്ങ് തകർക്കും. മധുരം വിളമ്പിയും പഞ്ചാബി ഈരടികൾക്ക് ചുവട് വെച്ചും ദുബൈ തെരുവുകളെ ഒരു കൊച്ചു ഇന്ത്യൻ നഗരമാക്കി മാറ്റും ഈ പ്രവാസി സമൂഹം. അതിൽ മലയാളിയും തമിഴനും പഞ്ചാബിയും ഉത്തരേന്ത്യക്കാരനുമെല്ലാം തോളോട് തോൾ ചേരും. ഇനി നിങ്ങൾ പറയൂ, പാറ്റ് കിമ്മിൻസിന്റെ ആരോപണം ശരിയാണോ? ദുബൈയിൽ കളിക്കുന്നത് ഇന്ത്യക്ക് എത്രത്തോളം ഗുണകരമാകുന്നുണ്ട്?